ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വയനാട്ടിൽ റോഡരികിലെ കാട് വെട്ടിയതിന് കേസെടുത്ത് വനംവകുപ്പ്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AC ശശീന്ദ്രനെതിരെയാണ് വനംവകുപ്പ് കേസെടുത്തത്. മുത്തങ്ങ ആലത്തൂരിൽ ഗ്രാമവാസികൾ ചേർന്ന് പാതയോരത്തെ കാടുകൾ വെട്ടി നീക്കിയിരുന്നു. അവർ കാട്ടിൽ അതിക്രമം വെച്ച് കയറി മുള വെട്ടി എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള മുളകളൊന്നും ഇവിടെ വെട്ടിയിട്ടില്ല. ഇവിടെ സൈഡിൽ രണ്ടും കുറച്ച് ഇല്ലികൾ വെട്ടി മാറ്റിയതാണ് നമ്മളുള്ളത്. കാട്ടാന രൂക്ഷമായ സ്ഥലമാണ്. പകലും രാത്രിയും ഇല്ലാതെ ഇവിടെ കാട്ടാന വന്നിരിക്കുന്നതാണ്. അത് പകൽ വൈകിട്ട് 4 മണിക്കാണ് ആന വരുന്നത്. പലവട്ടം ആളുകൾ കഷ്ടിയായി രക്ഷപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയാണുള്ളത്. ഈ അടുത്ത് സംഭവിച്ച പാലളക്കാൻ പോകുന്നൊരു ജീവനക്കാരനെ ഓട്ടോറിക്ഷ ഈ ഇല്ലിൻ്റെ അവിടെ മറഞ്ഞു നിന്നിട്ടാണ് ആന ആക്രമിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം അവൻ്റെ ജീവൻ്റെ എന്തൊരു ധൈര്യം കൊണ്ടും അവൻ്റെ ഓടി വണ്ടിയും കൊണ്ട് ഓടി കോട്ടേഴ്സ് അവിടെ കുറച്ച് മുന്നേ കോട്ടേഴ്സ് ഉണ്ട്. ആ കോട്ടേഴ്സിൽ കയറിയതുകൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത്. ഈ വനം വകുപ്പിനോട് അങ്ങേയറ്റം വരെ ഏതുവരെ പോകാനും ഈ ജനങ്ങൾ തയ്യാറാണെന്നുള്ളതാണ്. ആ ഇല്ലി വിട്ടതിന് ശേഷം കേസെടുത്തതിന് ഇതായിട്ട് ജനങ്ങളെല്ലാം വന്നിട്ട് 19 ആളുകൾ വന്നിട്ട് മൊത്തം വഴി 2 സൈഡും വെട്ടി വൃത്തിയാക്കി അവർ പ്രതിഷേധ നിലയിൽ ചെയ്യുകയും ചെയ്യും. ദീപക് മോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ദീപക്, വിസിബിലിറ്റി ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് വന്യമൃഗ ശല്യം, കാട്ടാന ശല്യമുള്ള ഇടത്ത് റോഡ് മുഴുവനും കാട് പിടിച്ച് കിടക്കുകയാണ് എങ്കിൽ ആളുകൾക്ക് അവിടെ ആനയുണ്ട് എന്നതുപോലും അറിയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ആക്രമണത്തിൽ നമുക്കറിയാം, ബൈക്കിലൊക്കെ പോകുമ്പോഴാണ് പെട്ടെന്ന് ചാടി വീഴുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വിസിബിലിറ്റി ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ വനംവകുപ്പ് മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതിലൊരു ഏകോപനമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മാധു, വിസിബിലിറ്റി എന്ന് മാധു സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ വനാതിർത്തിയിൽ അല്ലെങ്കിൽ വനമേഖലകളിലൂടെയൊക്കെ കടന്നു പോകുന്ന റോഡ് വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ ഓടി ആക്രമിക്കാനോ അല്ലെങ്കിൽ റോഡിൽ നിൽക്കുന്നതൊക്കെ യാത്രക്കാർക്ക് കാണാൻ ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്നതാണ് ഈ പാതയോരങ്ങളിലെ കാട് വെട്ടി വൃത്തിയാക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അതായത് മുത്തങ്ങ മന്മഥമൂല ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ളത്, റോഡരികിൽ ഒരാൾ പൊക്കത്തിലേക്കാൾ കൂടുതൽ തന്നെ ഉയരത്തിൽ കാടുകൾ ഉണ്ടായിരുന്നു. അത് വന്യമൃഗങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റാത്ത രീതിയിൽ കാഴ്ച മറച്ചുകൊണ്ടുള്ള വിധത്തിലൊക്കെയുള്ള കാടുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കാട് വെട്ടിമാറ്റിയതിനാണ് വനം വകുപ്പ് കേസെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ പ്രദേശത്തെ കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 19-ാം തീയതി രാവിലെ പാൽ സൊസൈറ്റിയിലേക്കുള്ളൊരു ജീവനക്കാരൻ വരുന്നതിനിടയിലാണ് കാട്ടാന ഇയാൾക്ക് നേരെ പാഞ്ഞെടുത്തത്. അയാൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് വനംവകുപ്പ് ജീവനക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു. ആ പ്രദേശത്തെ റോഡിനോട് ചേർന്ന് തന്നെ റോഡിലേക്ക് ചാഞ്ഞൊരു മുളങ്കൂട്ടവും കാടും ഉണ്ടായിരുന്നു. ആ ഭാഗത്താണ് കാട്ടാന സ്ഥിരമായി തമ്പടിക്കുന്നത്. അവിടെ നിന്നാണ് ഈ കാട്ടാന മറഞ്ഞു നിന്ന് ഈ ഓട്ടോയിലെത്തിയ പാൽ ജീവനക്കാരനെ, സൊസൈറ്റി ജീവനക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പിന്നീടാണ് ആ മേഖലയിലുള്ള ആ നാട്ടുകാർ ചേർന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന ചെറിയ മുളങ്കാടുകളും ചെറിയ കാടുകളും വെട്ടിമാറ്റിയത്. അതിനെ തുടർന്നാണ് വനംവകുപ്പ് ഇപ്പോൾ വനത്തിൽ അതിക്രമിച്ച് കയറി അനുമതിയില്ലാതെ കാട് വെട്ടിമാറ്റിയെന്നതിന്റെ പേരിൽ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെയും അവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. പല ആളുകളെയും കാട്ടാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനാണ് വനംവകുപ്പ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വനംവകുപ്പ് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് ഈ കാട് വെട്ടിമാറ്റിയ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള AC ശശീന്ദ്രനെതിരെയാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ശശീന്ദ്രൻ പറയുന്നത് ഏത് തരത്തിലുള്ള അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം കേസെടുത്തതിനെതിരെ നിയമപരമായി തന്നെ നേരിടാൻ വന്യമൃഗ ശല്യമുള്ള ഇടമാണ്. അവിടെ ആളുകൾക്ക് വഴിയിലൂടെ പോകുമ്പോൾ പോലും കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വഴിവക്കത്തുള്ള കാടാണ് വെട്ടിത്തളിച്ചത്. അതിന്റെ പേരിലാണ് കേസെടുക്കുന്നെങ്കിൽ എടുത്തോളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. വനവകുപ്പ് മന്ത്രിക്കടക്കം ഇടപെടാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. ഈ വനം മേഖലയ്ക്കൊക്കെ അടുത്ത് താമസിക്കുന്ന ആളുകളുടെ ആവശ്യമാണ്. അതിലിങ്ങനെ ബലം പിടിച്ചിട്ടോ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. പരിഹാരം കാണേണ്ടത്